ഫസൽക്ക നിങ്ങൾ ട്രെൻഡ് അടിച്ച് ഫെയിനസ് സിസ്റ്റം കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നില്ല. അതായത് ഞാൻ ട്രെൻഡ് കാണുന്ന മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് SNR എന്താണെന്നും ക്ലാസിക് SNR എന്താണെന്നൊക്കെ അറിയണം. അത് ജസ്റ്റ് ഞാൻ മുകളിൽ ബ്രാൻഡ് ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ക്ലാസിക് SNR എന്നറിയാം. ഈ ക്ലാസിക് SNRന് എവിടേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുക. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഒരു A ലെവൽ SNR ഇല്ലെങ്കിൽ V ലെവൽ SNR, ഈ രണ്ട് SNRന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്താൽ അതാണ് നമ്മളുടെ അന്നത്തെ ട്രെൻഡ്. ഇപ്പം A ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇതിപ്പോ 4 അവറിലാണ് ഞാൻ മെയിൻലി നോക്കുക. ടൈം ഫ്രെയിം എപ്പോഴും ശ്രദ്ധിക്കണം. 4 അവർ ആണ് ഞാൻ ഡേ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. 4 അവർ നോക്കിയതിനു ശേഷം 1 അവർ നോക്കും. 4 അവറും 1 അവറും ബൈ ട്രെൻഡ് തന്നെ ആണെങ്കിൽ അന്ന് ഞാൻ ബൈ ട്രെൻഡ് തന്നെയാണ്, ബൈ ട്രേഡ് ആണ് അധികം പുഷ് ചെയ്യുക. അപ്പം ഇങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിന്റെ അർത്ഥം അന്ന് ട്രെൻഡ് ബൈ ആണെന്നാണ്. അതുപോലെ തന്നെ ഈ V ലെവലിലെ മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സെൽ ട്രെൻഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ആ ടൈം ഫ്രെയിമിൽ സെല്ലുകളാണ് അധികം ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ SNRൽ A ലെവലും V ലെവലും പ്രത്യേകം പറയാം. മുകളിലെ വീഡിയോ ഉണ്ട്, ഇതിൽ നോക്കിയാൽ എന്താണ് A ലെവൽ V ലെവൽ എന്ന് മനസ്സിലാവും. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് യൂസ് ചെയ്യാൻ. അന്ന് FEG ഞാൻ പറഞ്ഞ വീഡിയോസ് ഇല്ലേ, ആ വീഡിയോ നോട് പോയൊക്കെ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യില്ലേ, ആ ട്രേഡിന് ഇങ്ങനെ ട്രെൻഡും കൂടി നോക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി മെത്തേഡ് ആയിരിക്കും.